നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്സിൻ്റെ 5ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡിനെ പറ്റിയാണ്. ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ് എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ്റെ റൂട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ്. നമുക്ക് തരുന്ന ക്വസ്റ്റിൻ്റെ റൂട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് എളുപ്പം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫൈൻഡ് ജി ഓഫ് എക്സ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യമേ ചെയ്യേണ്ടത് ജി ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എക്സ് നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചില ക്വസ്റ്റ്യനിലൊക്കെ എക്സ് നോട്ടിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിരിക്കും. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് 1 അഥവാ ജി ഓഫ് എക്സ് എന്നിൻ്റെ വാല്യൂ കാണുക. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റിനെ എളുപ്പം ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഈ 3 സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ x² - 3x + 1 = 0. ഫൈൻഡ് എ പോസിറ്റീവ് റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഒരു പോസിറ്റീവ് റൂട്ട് കാണണം ബൈ യൂസിങ് ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനെ നമ്മൾ റീനെയിം ചെയ്യണം. അതായത് x² - 3x + 1 = 0 എന്നുള്ളതിനെ f of x = x² - 3x + 1 എന്ന് നമ്മൾ റീനെയിം ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത്രയും ചെയ്താൽ നമുക്കിനി നമ്മുടെ ഈ 3 സ്റ്റെപ്പും ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതായത് ജി ഓഫ് എക്സ് കാണണം. ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി x² - 3x + 1 = 0. അവിടുത്തെ ഈ 0യുടെ സ്ഥാനത്ത് നമ്മൾ എക്സിനെ കൊണ്ടുവന്നിട്ട് x = സംതിങ്, അതായത് x = സംതിങ് എന്ന് റീറൈറ്റ് ചെയ്ത് എഴുതണം. അതിനാണ് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ x² - 3x + 1 = 0 എന്നുള്ള ആ ക്വസ്റ്റ്യനെ x² = 3x - 1 ഓർ x = റൂട്ട് ഓഫ് 3x - 1 എന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, x = സംതിങ് എന്നുള്ള ടേമിലേക്ക് ഞാൻ ഈ ഇക്വേഷനെ മാറ്റി എഴുതി. എനിക്ക് ഇതുപോലെ ഈ ഇക്വേഷനെ വേറെ രീതിയിലും റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് x² - 3x + 1 = 0. അതിനെനിക്കിവിടെ x കോമൺ എടുത്ത് x - 3 = -1 ഓർ x = -1/x - 3 എന്നും റീനെയിം ചെയ്യാം. അതുമല്ലെങ്കിൽ എനിക്കിതിനെ x = x² + 1/3 ഇങ്ങനെയും റീനെയിം ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ x = സംതിങ് എന്നുള്ള ടേമിൽ റീറൈറ്റ് ചെയ്ത് എഴുതുക. ഇതാണ് നമ്മൾ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനിയും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് സെലക്ട് ചെയ്യണം. അതായത് ഈ ക്വസ്റ്റ്യനെ x = സംതിങ് എന്നാക്കി പിന്നെയും അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ജി ഓഫ് എക്സ് ആയിട്ട് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ x² + 1/3 എന്നുള്ളതിനെ എൻ്റെ ജി ഓഫ് എക്സ് വാല്യൂ ആയിട്ട് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഇതും വേണം എടുക്കാം, ഇത് എടുക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ജി ഓഫ് എക്സ് വാല്യൂ ആയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വെറുതെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് നോട്ടിൻ്റെ വാല്യൂ കാണുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എക്സ് നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ എക്സ് നോട്ടിൻ്റെ വാല്യൂ കാണാനായിട്ട് ഞാൻ ആദ്യമേ എഫ് ഓഫ് എക്സിനെ ഒന്നുകൂടെ എടുത്തെഴുതി. x² - 3x + 1 എഫ് ഓഫ് എക്സിനെ ഒന്നുകൂടെ എടുത്തെഴുതി. ഇനിയും ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0, 1, 2, 3 അങ്ങനെയുള്ള റിയൽ വാല്യൂസ് എക്സിന് കൊടുത്തു നോക്കണം. അതായത് എഫ് ഓഫ് 0 എക്സിന് ആദ്യം 0 കൊടുത്തു, എക്സിന് 1 കൊടുത്തു, എക്സിന് 2 കൊടുത്തു. ഇങ്ങനെ എക്സിന് ഓരോ റിയൽ നമ്പേഴ്സിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 0 തൊട്ട് 1, 2, 3 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എക്സിന് വാല്യൂസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, 1 കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും, 2 കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. അങ്ങനെ എപ്പോഴാണ് നമുക്ക് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആൻസർ അടുപ്പിച്ച് കിട്ടുന്നത് അത്രയും നേരം നമ്മൾ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. അതിപ്പോൾ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത്
0² മൈനസ് 0 പ്ലസ് 1 നമുക്കിതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 3 പ്ലസ് 1 മൈനസ് 1 എന്ന് കിട്ടും. അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അടുപ്പിച്ചു വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത 2 എന്നുള്ള വാല്യൂ എക്സിന് കൊടുക്കണ്ട. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും അടുപ്പിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയും x0ൻ്റെ വാല്യൂ എടുക്കുന്നത് ഇവിടെ എക്സിന് 0യും 1ഉം കൊടുത്തപ്പോഴാണ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വാല്യൂ കിട്ടിയത്. അതിനർത്ഥം ഈ ഇക്വേഷൻ്റെ ഒരു റൂട്ട് 0യുടെയും 1ൻ്റെയും ഇടയ്ക്കാണ് ലൈ ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് x0ൻ്റെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ഏത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ മീഡിയനായ 0.5 അങ്ങ് എടുത്തു. 0.5 തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ 0.5 എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. x0ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് xn+1 അല്ലെങ്കിൽ g(x)ൻ്റെ വാല്യൂ ആണ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ x0 കണ്ടുപിടിച്ച് എങ്ങനെയായിരുന്നു? f(x) എഴുതി, എക്സിന് 0, 1, 2 അങ്ങനെയുള്ള കുറേ റിയൽ നമ്പേഴ്സിൻ്റെ വാല്യൂ കൊടുത്തു. നമുക്ക് പോസിറ്റീവും ഒരു നെഗറ്റീവ് അടുപ്പിച്ച് വരുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഏതൊക്കെ വാല്യൂസിനാണോ പോസിറ്റീവും നെഗറ്റീവും അടുപ്പിച്ച് വന്നത് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു നമ്പറിനെ x0 ആയിട്ട് എടുത്തു. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? xn+1 അഥവാ g(x)ൻ്റെ വാല്യൂ കാണുക. ഇതിൻ്റെ n-ൻ്റെ വാല്യൂ 0, 1 അങ്ങനെ എന്ത് വേണേലും ആകാം, എത്ര വേണേലും പോകാം. n-ൻ്റെ മിനിമം വാല്യൂ 0 ആദ്യമേ കൊടുത്തു. അപ്പോൾ x(0+1) അതായത് x1 g(x0). g(x)ൻ്റെ വാല്യൂ നമുക്കറിയാമായിരുന്നു, x² + 1/3 ആണ്. അങ്ങനെയെങ്കിൽ g(x0)ൻ്റെ വാല്യൂ എന്താണ്? x02 + 1/3. x0ൻ്റെ വാല്യൂ 0.5 നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 0.5² + 1/3 ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.4166 എന്ന് ആൻസർ കിട്ടും. അതായത് g(x0)ൻ്റെ വാല്യൂ 0.4166, അതായത് x1ൻ്റെ വാല്യൂ 0.4166. അടുത്ത n-ന് 2 കൊടുത്ത് നോക്കാം, n-ന് 1 കൊടുത്ത് നോക്കാം. n 1 ആകുമ്പോൾ 1 + 1 2, അതായത് x2. x2 = g(x1). കാരണം n 1 ആകുമ്പോൾ ഇത് x2 ആകും, ഇത് g(x1) ആകും. അതെന്ന് പറയുന്നതാണ് x1² + 1/3. x1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു, അതെടുത്ത് ഇവിടെ കൊടുക്കുക. 0.4166² + 1/3. അതിൻ്റെ ആൻസർ 0.3911 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴാണോ രണ്ട് ആൻസർ സിമിലറായിട്ട് വരുന്നത് അത്രയും നേരം നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് n-ൻ്റെ വാല്യൂ 2, അതാകുമ്പോൾ 2 + 1 x3, അതായത് g(x2). x2² + 1/3. x2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി 0.3911² + 1/3. അത് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് ആൻസർ 0.3843 എന്ന് കിട്ടും. ഇനി ഇപ്പോഴും നമുക്ക് സിമിലർ ആയിട്ടുള്ള ആൻസർ അല്ല വന്നത്. സ്റ്റെപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ x4 അടുത്ത n-ൻ്റെ വാല്യൂ 3 കൊടുത്തു. അപ്പോൾ g(x3), അതായത് x3² + 1/3. x3യുടെ വാല്യൂ നമുക്കറിയാം, ഇതാണ്. അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആൻസർ 0.3825 എന്ന് കിട്ടി. ഇപ്പോഴും സിമിലർ ആയിട്ടുള്ള ആൻസർ അല്ല കിട്ടിയത്, കണ്ടിന്യൂ ചെയ്യണം. x5 എന്ന് പറയുമ്പോൾ g(x4), അതായത് x4² + 1/3, അതായത് x4ൻ്റെ വാല്യൂ ഇതാണ്. അത് ഈക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് 0.3821 എന്ന് കിട്ടി. ഇപ്പോഴും സിമിലർ ആയിട്ടുള്ള ആൻസർ അല്ല വന്നത്. അപ്പോൾ അടുത്ത x6 കാണുക. x6 എന്ന് പറയുമ്പോൾ g(x5), അതായത് x5² + 1, അതായത് ഇതാണ് x5 എന്ന് പറയുന്നത്. 0.3821² + 1/3. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ ആൻസർ 0.3821 എന്ന് തന്നെ കിട്ടി. അത് രണ്ട് ആൻസർ സിമിലർ ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ട് x7 ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് ആൻസർ സിമിലർ ആയിട്ട് വന്നാൽ അവിടെ നമുക്ക് ഈ സ്റ്റെപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ x² - 3x + 1 = 0 എന്ന ഇക്വേഷൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഈ സിമിലറായിട്ട് വന്ന നമ്പറാണ്. അതായത് 0.3821 ആണ് ഈ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫിക്സഡ് പോയിൻ്റ് ഐട്രേഷൻ മെത്തേഡ് വഴി നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യമേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ f(x) എന്ന് വിളിക്കുക.
അത് കഴിഞ്ഞിട്ട് ജി ഓഫ് എക്സ് കാണുക. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുക. അടുത്തത് എക്സ് നോട്ട് കാണുക. എക്സ് നോട്ട് കാണാൻ വേണ്ടി എഫ് ഓഫ് എക്സിൽ എക്സിന് 0, 1 അങ്ങനെയുള്ള റിയൽ നമ്പർ വാല്യൂ ഇട്ട് കൊടുക്കുക. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആൻസർ അടുപ്പിച്ച് വരുന്ന വരെ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ അടുപ്പിച്ച് കിട്ടുന്നത് അന്നേരം നമ്മൾ എക്സിന് കൊടുത്ത വാല്യൂസിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ എക്സ് നോട്ടായിട്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ് ഓഫ് n+1 കാണുക. നമുക്ക് ഇതുപോലെ സിമിലറായിട്ടുള്ള ആൻസർ അടുപ്പിച്ച് വരുന്ന വരെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ് വഴി നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇനിയും ഒരു കാര്യം, നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ x² - 3x + 1 = 0 എന്നായിരുന്നു. ഇതുപോലെ ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് x - 2 cos x = 0 അങ്ങനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ കാൽക്കുലേറ്ററിൽ നമ്മൾ ആദ്യമേ റേഡിയൻ മോഡ് ആക്കിയിട്ട് മാത്രമേ ബാക്കി കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാവൂ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനെങ്കിൽ കാൽക്കുലേറ്ററിൽ ആദ്യമേ റേഡിയൻ മോഡ് ഓൺ ആക്കിയിട്ട് മാത്രമേ ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യാവൂ. ഇത്രയും കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി.